ഒരു ബോളിവുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഇതിലെ മെയിൻ ഹീറോസ് മൂവീസ് ഉണ്ട്. അതായത് ഈ ഒരു ബിഗ് ടിക്കറ്റ് മൂവീസ്, അത് നമ്മൾ നല്ലൊരു സിനിമ വരണമെന്ന് നമ്മൾ കാത്തിരിക്കും. പക്ഷേ വരുന്ന ഔട്ട്പുട്ടാണെങ്കിൽ സെയിം സ്റ്റോറീസ് ആയിരിക്കും. ഒന്നെങ്കിൽ ആ ഒരു പാകിസ്ഥാൻ സെൻറ്റേർഡ് സ്റ്റോറി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്ലീഷേ രീതിയിലുള്ള ബോളിവുഡ് വർഷങ്ങളായിട്ട് പിന്തുടരുന്ന സെയിം സംഭവങ്ങളുള്ള മൂവി. അങ്ങനെയുള്ള സെയിം സംഭവങ്ങളുള്ള ക്ലീഷേ ടെംപ്ലേറ്റ് മൂവിയാണ് ജുവൽ തീഫ് ദ ഹേസ്റ്റ് ബിഗിൻസ്. ഈ ഒരു സിനിമ ഒരുപക്ഷെ ഒരു 15-20 വർഷം മുന്നേ ഇറങ്ങിയിരുന്നെങ്കിൽ പോലും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല എന്ന് തെളിയിക്കുന്ന ഒരു മൂവിയാണ്. കാരണം വളരെയധികം ടിപ്പിക്കലായിട്ടുള്ള ബോളിവുഡിലെ റൊമാൻസ് ആണെങ്കിലും ഹേസ്റ്റ് സീക്വൻസസ് ആണെങ്കിലും നായകൻ്റെ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു നമ്മൾ കണ്ടുമെടുത്ത സംഭവങ്ങളാണ്. സോ ഈ ഒരു മൂവിയിൽ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു ജുവൽ തീഫാണ് ഈ ഒരു സെയ്ഫ് അലി ഖാൻ്റെ ക്യാരക്ടറായിട്ടുള്ള റഹാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത ഒരു ഓഫീസേഴ്സ് ഒരു സ്ഥലത്ത്, വേറൊരു സ്ഥലത്ത് അദ്ദേഹം എങ്ങനെയും ഈ ഒരു ഹേസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ള ആ ഒരു സാധ്യത അറിയാവുന്ന ഓഡിയൻസ് വേറൊരു സ്ഥലത്ത്. ഇതൊന്നും പോരായിട്ട് ഓഡിയൻസിനെ ഏറ്റവും കൂടുതൽ ടെൻഷനാക്കുന്നത് ഇതിനൊരു സെക്കൻഡ് പാർട്ട് ഉണ്ട് എന്നറിയുമ്പോഴാണ്. അവിടെയാണ് ഈ ഒരു ഓഡിയൻസിൻ്റെ മാനസികാവസ്ഥ തന്നെ തളരുന്നത്. പിന്നെ അങ്ങോട്ട് ടിപ്പിക്കൽ റൊമാൻസും അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഹേസ്റ്റ് മൂവിയാണ്. ഹേസ്റ്റ് സീക്വൻസസ് പോലും നമ്മളെ ഒരു ഇൻട്രസ്റ്റും തരുന്നില്ല എന്നുള്ളത് ഈ ഒരു മൂവിയുടെ ഒരു വീക്ക് സൈഡാണ്. സോ താല്പര്യമുള്ളത് കണ്ടു നോക്കാം. ഇതിൻ്റെ ഫുൾ റിവ്യൂ വീഡിയോ ഞങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും.